മോർണിംഗ്. നിങ്ങളെല്ലാവരും മിസ് ചെയ്തോ കുട്ടികളെ? കാണാൻ നിൽക്കാണ്. ഓക്കെ. ഞങ്ങളുടെ ഈ 2026 റെസിഡൻഷ്യൽ ക്യാമ്പ് 2024 ശേഷം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്യാമ്പാണ്. എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ തന്നെ ഇത്തരത്തിൽ പാരൻസ് ഇല്ലാതെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തുന്നത് ഞങ്ങൾ ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്റർ മാത്രമായിരിക്കും. കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഇൻറ്റൻറ്റ്. പിന്നെ അവരുടെ ADL, അവരുടെ ബിഹേവിയേഴ്സ്, പിന്നെ ഔട്ട്ഡോറിൽ അവരെങ്ങനെ പെരുമാറുന്നു എന്നിവയൊക്കെ ഒബ്സർവ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഹോപ്പ് ഏർലി ഇൻഡസ്ട്രി സെൻറ്റർ ഇപ്പം നടത്തുന്ന 3ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പായത്. അപ്പോൾ ഈ 3 റെസിഡൻഷ്യൽ ക്യാമ്പിലും ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ പങ്കെടുത്തൊരു ക്യാമ്പ് കൂടെയാണ്. സോ അതിൻ്റേതായ റിസ്ക്കും അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാ തെറാപ്പിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഭംഗിയായിട്ട് നമുക്കത് നടത്തി തീർക്കാൻ പറ്റി. ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള തിങ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യായിരുന്നു ഫസ്റ്റ് ചെയ്തത്. ഒരു കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളത് ഫുൾ വെരിഫിക്കേഷൻ ചെയ്യും. ആ മെഡിക്കേഷൻ എന്തെല്ലാം മരുന്ന് കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം ഡ്രസ്സ് കൊണ്ടുവന്നതിന്. വീട്ടിൽ നിന്ന് ഒരു ദിവസത്തേക്ക് അവർ മാറി നിൽക്കുകയാണ്. ഒരു പാരൻറ്റ് നമ്മൾ വിശ്വസിച്ച് നമ്മൾ കുട്ടീനെ നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. സോ വി വൈ ടേക്കിംഗ് ഓൺ ദ പാരൻ്റൽ റോൾ. നമ്മുടെ ഈ കുട്ടിക്ക് ഒരു ഹോം എവേ ഫ്രം ഹോം എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കണം ഉണ്ടാവുന്നത്. അതായത് അവർക്ക് വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാവുന്ന ആ ഒരു ഫീല് കൊടുക്കണമെന്ന് ഭയങ്കരമായിട്ടൊരു ഇതുണ്ടായിരുന്നു. സോ നമ്മൾ അത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. അതായത് അവർ നോക്കുന്നത് പോലെ ആ കുട്ടീനെ നോക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. പാരൻസ് എല്ലാവരും പോയതിനു ശേഷം കുട്ടികൾ പരസ്പരം ഗ്രീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പിന്റെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ടോം. ആ ഒരു ക്യാരക്ടർ റിയൽ ലൈഫിൽ വന്നപ്പോൾ ഉണ്ടായ ആ റിയാക്ഷൻ, ദ വേരിയേഷൻസ് ഓഫ് റിയാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചെയ്തത് ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. ബ്രേസ്ലെറ്റ് മേക്കിംഗ് ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. ഫൈൻ മോട്ടോഴ്സ്, അറ്റൻഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. പക്ഷേ കുറേ കുട്ടികൾക്ക് ആ ഒരു സംഭവങ്ങൾ കുറഞ്ഞതായിട്ടും തോന്നിയിട്ടുണ്ട്. ഈ ബീഡ്സ് കാണുമ്പോൾ അതിനെ കൊണ്ട് കളിക്കാൻ, അല്ലെങ്കിൽ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് പോയിട്ട് പുറത്ത് അല്ലെങ്കിൽ വേറൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ എണീറ്റ് പോയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ ഒരു ഫൈൻ മോട്ടോർ ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രോംപ്റ്റിൻ്റെയും കൂടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷെയറിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. കൊണ്ടുവന്ന സ്നാക്സ് തന്നെയായിരുന്നു ഷെയർ ചെയ്തത്. ഗ്രൂപ്പ് തെറാപ്പി അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളും ഈ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ ഈ ഷെയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറച്ച് ലാക്കിംഗ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫുഡ് ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു ഞാൻ. ആ കുട്ടിയുടെ ഫുഡ് വേറൊരാൾക്ക് കൊടുക്കുകയും മറ്റേ കുട്ടിയുടെ കയ്യിലുള്ള ഫുഡ് ഇവന് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ പരസ്പരം ഒരു ഷെയറിംഗ് എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു. ഷെയറിംഗ് ആൻഡ് കെയറിംഗിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു ഫൈൻഡിങ് ടോം. ഒരൊറ്റ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് അല്ല, കുട്ടികളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ നോക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ ടൈലേർഡ് ആയിട്ടാണ് ഈ ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സ് പോയിട്ടുള്ളത്. കൂടെ നമ്മളൊരു അക്കാദമിക്കും കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഹൈറ്റിൽ ഫിയർ ഉണ്ടോ, അല്ലെങ്കിൽ ബാലൻസ് കീപ്പ് ചെയ്ത് നടക്കുന്നുണ്ടോ? കാരണം നമ്മൾ പല തെറാപ്പീസും കൊടുത്ത് കുറേ കുട്ടികളുടെയൊക്കെ ഹൈറ്റിൽ നിന്നുള്ളൊരു ഫിയർ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പസിൽ യോജിപ്പിക്കുക എന്നുള്ളത് ഈ ഒബ്സ്റ്റക്കിൾ കോഴ്സിൻ്റെ ഒരു ലാസ്റ്റ് ഒരു കോൺസെപ്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. ഒരു തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും അടിപൊളിയായിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനാണ് കൊടുത്തത്. പാരൻസ് പറയുന്നതിന് ഉപരി നമ്മൾ മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് തെറപ്പിസ്റ്റിന് ഈ ക്യാമ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പേരൻറ്റിനെ സംബന്ധിച്ച് കുട്ടി കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ യെസ്, കുട്ടി കഴിക്കുന്നുണ്ട്. പക്ഷെ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതങ്ങനെയല്ല. കൈ ഓപ്പൺ അപ്പ് ആക്കിയിട്ട് നേരെ വായിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. കഴിക്കുമ്പോൾ 2 ഹാൻഡ്സും യൂസ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. കറി മിക്സ് ചെയ്ത് കഴിക്കാൻ കുട്ടി കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ ദോ വായിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ആ ഗ്രാസ്പിങ് പ്രോപ്പർ ആയിരുന്നില്ല. സ്പൈസ് ടോളറൻസ് ഇല്ല എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾക്ക് സ്പൈസ് ടോളറൻസിനെക്കാട്ടിയും കൂടുതൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് കൂടെ അറിയാത്ത സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പുതിയൊരു കാര്യമായിരുന്നു. ആ കുട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ടച്ചും അതേപോലെ തന്നെ ഓറൽ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ സെൻസ് ചെയ്യുന്നത് പോലെയല്ല അവർക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നത്. ഓറൽ സെൻസറി ഇഷ്യൂള്ള ഒരുപാട് കുട്ടികളുണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ഫുഡ് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. ചില കുട്ടികൾക്ക് തൊടുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവും. കുട്ടി ഒരു തവണ കറിയിൽ മുക്കിയ ഫുഡ് കഴിച്ചതിന് ശേഷം കുട്ടി നേരെ ഹാൻഡ് എടുത്തിട്ട് ക്ലോത്തിലേക്ക് തുടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും പാരന്റ് എന്ന നിലയിൽ അവർ നോട്ട് ചെയ്തിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ക്വൈറ്റ് നോർമൽ തിങ് ആയിരുന്നു. പക്ഷെ നമ്മളത് മെല്ലെ മെല്ലെ അവർക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ആക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് പിന്നെ ഒരു അവോയ്ഡൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് കുട്ടി തന്നെ അത് മിക്സ് ചെയ്തിട്ട് പതിയെ പതിയെ കഴിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ലഞ്ച് അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ്, അതായത് ഹോപ്പിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും മാറി വേറൊരു സിറ്റുവേഷനിൽ എങ്ങനെ അവർ അഡാപ്റ്റ് ചെയ്യുന്നു നോക്കേണ്ടിയിട്ട് ഞങ്ങൾ മുഴുപ്പിലങ്ങാട് ഒരു ഹോം സ്റ്റേയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര തിരിച്ചത്. അവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിരുന്നു. ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക്, ക്രിക്കറ്റ് കളിച്ചു, ഞങ്ങൾ ബാസ്കറ്റ് ബോൾ കളിച്ചു. അവർ എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു. നമ്മുടെ ക്യാമ്പിലത്തെ ഒരു കുട്ടിക്ക് കടലിൻ്റെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ബീച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രോമ പോലെ കുട്ടിക്ക്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ വെള്ളത്തിലേക്കേ കൊണ്ടുപോകാണ്ട് ഫസ്റ്റ് ആ ബീച്ചിൻ്റെ ഏരിയയിലൂടെ ഓടിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ മുന്നിലേക്ക് വെള്ളത്തിലേക്ക് പോകുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട്, ആ സമയത്ത് കുട്ടിക്ക് പേടിയുണ്ട്, വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പേടിയുണ്ട്, ബട്ട് കുറച്ചും കൂടെ വെള്ളത്തിലേക്ക് വരാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. തീരെ ഇറങ്ങാണ്ട് കരഞ്ഞൊരു കുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കരയാണ്ട് തന്നെ ത്രൂ ഔട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ചില പാരൻസ് പറയുന്നുണ്ടായിരുന്നു കുട്ടി ഉറങ്ങൂല, പിന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത കുട്ടികളിൽ നമ്മൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓവർ കെയറിങ് കിട്ടുന്നത് കൊണ്ടാണ് കുട്ടി ഈ കാര്യത്തിലൊക്കെ പുറകോട്ട് നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഫിസിക്കലി പ്രോബ്ലം ഉള്ളത് കൊണ്ടോ അല്ല. ഇൻട്രാക്ഷൻ ടൈമിൽ ടോമിനെ കാണുമ്പോൾ പേടിയുള്ള ഒട്ടുമിക്ക കുട്ടികളും നമ്മുടെ ലാസ്റ്റ് ആ എൻഡിങ് ആ ഒരു മൊമെൻറ്റ്സിൽ ഭയങ്കര മിങ്കിൾ ചെയ്തു. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ അതുകൊണ്ടുള്ള ഉദ്ദേശം. ആദ്യം പേടിയുള്ള ആൾക്കാർ ലാസ്റ്റ് ആകുമ്പം ടോമിൻ്റെ വാലൊക്കെ പിടിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നായിരുന്നു. അത്രയ്ക്കും അവർ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1-2 കുട്ടികൾ, ഐ തിങ്ക് 1-2 കുട്ടികൾ വാസ് ടോട്ടലി സ്കാഡ്. അപ്പോൾ തീരെ ഇതായിട്ടില്ല. പെട്ടെന്നൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒരു പേടി ത്രൂ ഔട്ട് ദ ക്യാമ്പ് ഉണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു എൻ്റെ ഡേ. ആരും കരയുകയോ ഉമ്മാനെ കാണുന്ന വാശി പിടിക്കുകയോ ചെയ്യില്ല. ബട്ട് എന്നാൽ കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അവരുടെ പാരൻറ്റിനെ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. എൻഡ് ഓഫ് ദ ഡേ കുറച്ച് പേര് ചോദിച്ചു, ഉമ്മ വരുമായിരിക്കും അല്ലേ, ഉമ്മാരുടെ അടുത്ത് പോകണം.
നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഏരിയയാണ് ADL എന്ന് പറഞ്ഞ പാട്ട്. ബേസിക് നോളജ് ഉണ്ട്. ബ്രഷ് വെച്ച് പല്ല് തേക്കണമെന്ന് കുട്ടിക്കറിയാം, പക്ഷെ എങ്ങനെ പേസ്റ്റ് എടുത്തത് ബ്രഷിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കുട്ടിക്ക് അതറിയില്ല. ചില കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്യുന്നതിനും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ചില പാർട്ടിലൊക്കെ അവർക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടായിരുന്നു. അവർ നമ്മുടെ വെർബൽ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്തിട്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല ദീദി എന്ന് പറഞ്ഞവള് സ്വന്തമായിട്ട് അവൾ ചെരുപ്പിടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളെല്ലാവരും ഹോപ്പിലേക്ക് പുറപ്പെട്ടു. നിങ്ങളെല്ലാരും മിസ് ചെയ്ത കുട്ടികളെ? ഹായ് പൊന്നൂസേ. അയാൻ നല്ലോണം എൻജോയ് ചെയ്യുക. ഞാൻ ഹോപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ സെക്കൻഡ് ക്യാമ്പാണ്. ഓരോ ക്യാമ്പും ഓരോ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. പേരൻസ് കുട്ടികൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയിട്ടുള്ള പല കാര്യങ്ങളും അവർക്കത് ചെയ്യാൻ പറ്റും എന്നൊരു സാധനം നമുക്ക് ഈ ഒരു ക്യാമ്പ് കൊണ്ട് പ്രൂവ് ചെയ്ത് പേരൻസിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. അവർക്ക് അവരെ തന്നെ അസസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു ബിഗ് സക്സസ് ആയിരുന്നു. പേരൻസ് ചില കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യാറുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് അവർ സ്പൂൺ ഫീഡ് കൊടുക്കുകയാണ് എല്ലാ കുട്ടികൾക്ക്. അവരെവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റി, അവർക്കത് മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്യാമ്പിൽ. സോ ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ട്രൂലി ബിലീവ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാ തെറപ്പിസ്റ്റുകളും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല കുട്ടികളെയും കണ്ടാണ് സാധാരണ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പ്രയാസമോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും വളരെ സന്തോഷത്തോടെയാണ്. അതിന് ഇവിടെയുള്ള സ്റ്റാഫിനെ എത്രത്തോളം പ്രശംസിച്ചാലും മതിയാവുകയില്ല. ഏറ്റവും നല്ല രീതിയിൽ അവർ ആ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അവർ വലിയൊരു അപ്രിസിയേഷൻ അറിയിക്കുന്നുണ്ട്.